രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കൊപ്പം നടന്നതിനാണ് മർദ്ദിച്ചതെന്ന് കണ്ണൂർ പയ്യന്നൂർ കോളേജിൽ മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി 20ഓളം പേർ ചേർന്ന് മർദ്ദിച്ചുവെന്ന് ഗുരുതരമായി പരിക്കേറ്റ അർജുൻ 24-നോട് പറഞ്ഞു. മുൻവൈരാഗ്യം കണക്കിന് അവർക്ക് ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ സെക്കൻഡ് ഇയേഴ്സിൻ്റെ ഒപ്പം നടക്കുന്നതൊന്നും അവർക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ ഫസ്റ്റ് ഇയർ ആണല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞു ജൂനിയേഴ്സിൻ്റെ സ്ഥാനത്ത് നിന്നാൽ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പറഞ്ഞിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞു എനിക്ക് മുന്നേ അറിയുന്ന ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് ഞാൻ കോളേജിൽ അവരൊന്നിച്ച് നടക്കുന്നത്. മെയിനായിട്ടുള്ള കുറച്ചാളെല്ലാം നല്ലോണം തച്ചു. അന്നേരം പിന്നെ അവരെല്ലാവരും കൂടിയിട്ട് നമ്മളൊന്നിച്ചില്ല അവർ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് വരുമല്ലോ. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഒരു 10-20 ആളുണ്ടായിന്. അവർ എല്ലാവരും കൂടി കുറേ നിലത്തിട്ട് ചവിട്ടി. നെഞ്ഞത്തെല്ലാം നല്ല ചവിട്ടിനി. നെഞ്ഞത്ത് എല്ലിന് ചെറിയ പൊട്ടലുണ്ട്. പിന്നെ തലേൻ്റെ ബാക്കിലാണ് നല്ലോണം കൈ മടക്കിയിട്ട് കുത്തീനി. പിന്നെ ഈ കൈ തളർന്നു പോയ കണക്കിനാണ്. അപ്പോൾ ഒന്നും അനക്കാനാവുന്നില്ല. എന്തോ കല്ലെടുത്തിട്ട് അടിക്കാൻ വന്നേരം എൻ്റെ ഒന്നിച്ചിലൊരു ചക്കൻ പിടിച്ചു മാറ്റി വേണ്ടാന്ന്. ഇല്ലെങ്കിൽ എൻ്റെ തലക്കവരെന്തായാലും അടിക്കും. അത് കൃത്യം പിടിച്ചു മാറ്റി. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടിനി. ഇല്ലെങ്കിൽ നല്ലോണം പറ്റും. ഇതിനെക്കാളും പറ്റും. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇന്നലെ ഈ ഹോളി ആഘോഷത്തിനിടയിലാണ് അവിടെ കോളേജിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നത്. എന്താണ് ഈ പരിക്കേറ്റ വിദ്യാർത്ഥി പറയുന്നത്? പോലീസിന്റെ നടപടി ഇതിലെങ്ങനെയാണ് അരുൺ? റിജിത്ത്, പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നെഞ്ചിലും അതോടൊപ്പം തന്നെ കൈക്കും ഗുരുതരമായി തന്നെ വിദ്യാർത്ഥിക്ക്, അർജുൻ എന്ന വിദ്യാർത്ഥിക്ക്, 1-ാം വർഷ വിദ്യാർത്ഥിയാണ്, വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിട്ടുണ്ട്. അർജുൻ പറയുന്നത് 20-ലധികം പേർ ചേർന്ന് കൂട്ടമായി മർദ്ദിച്ചു വന്നതാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിന് പ്രധാന കാരണമായി പറയുന്നത് നേരത്തെ തന്നെ ഈ 3-ാം വർഷ വിദ്യാർത്ഥികളുടെ ഭീഷണി അർജുൻ ഉണ്ടായിരുന്നു. അർജുൻ കൂടുതലും ഈ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്കൊപ്പം കോളേജിൽ നടക്കരുത്, നീ ജൂനിയർ വിദ്യാർത്ഥിയാണ്, അപ്പോൾ ആ നിലയിൽ കോളേജിൽ മുന്നോട്ട് പോകണം എന്ന് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടുള്ള ഭീഷണി ഈ 3-ാം വർഷ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്, മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിരുന്നു. ഈ ഹോളി ആഘോഷത്തിന് ഇടയിൽ നിന്നെ കൈകാര്യം ചെയ്യും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അർജുൻ്റെ സുഹൃത്തുക്കളോടും ഈ സീനിയർ വിദ്യാർത്ഥികൾ പറഞ്ഞതായാണ് ഈ അർജുൻ പറയുന്നത്. അതിനുശേഷം ഇന്നലെ ഹോളി ആഘോഷത്തിനിടെ അർജുനെ ഒരു കാരണവുമില്ലാതെ കൂട്ടത്തോടെ മർദ്ദിച്ചു, കൂട്ടം ചേർന്ന് മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ അർജുൻ നമ്മോട് പ്രതികരിച്ചത്. പോലീസിൽ നൽകിയിട്ടുള്ള പരാതിയിലും അങ്ങനെയാണ് പറയുന്നത്. നിലവിൽ എന്തായാലും പയ്യന്നൂർ പോലീസ് ഇതിൽ നിലവിൽ കേസെടുത്തിട്ടില്ല. അല്പസമയത്തിനകം അർജുൻ്റെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി പോലീസ് ആശുപത്രിയിലെത്തും. അതിനുശേഷമായിരിക്കും കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എന്തായാലും പോവുക. എന്നാലും അർജുന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് ചില വിദ്യാർത്ഥികൾക്കും ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. നിരവധി വിദ്യാർത്ഥികൾ ചേർന്നാണ് ചേരിതിരിഞ്ഞ് പിന്നീട് മർദ്ദനവും സംഘർഷവും ഉണ്ടായത്. അതിനിടെയാണ് അർജുന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. പോലീസിൻ്റെ നടപടി ഇനിയിപ്പോൾ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും കേസ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന്.